സിനിമയിലെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളും നായകനും തമ്മിലുള്ള തർക്കം വലിയ വാർത്തയായിരുന്നു. നായകന്മാരുടെ അമിതമായ പ്രതിഫലമായിരുന്നു ഇതിൽ പ്രധാന കാരണം. എന്നാൽ സിനിമയിലെ തന്റെ പ്രതിഫല രീതിയിൽ വലിയ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് സൂപ്പർ താരം അല്ലു അർജുൻ എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മൂല്യമുള്ള താരങ്ങളിൽ ഒരാളായി അല്ലു അർജുൻ മാറിയിരിക്കുമ്പോഴാണ് പ്രതിഫല രീതിയിലെ ഈ മാറ്റമെന്നതും ശ്രദ്ധേയമാണ്. ഹിറ്റ് മേക്കറായ അല്ലു ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം എത്രയെന്ന് എല്ലാവരിലും ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യമാണ്. അതിനുത്തരം നൽകിയിരിക്കുകയാണ് പ്രശസ്ത നിർമ്മാതാവും എഴുത്തുകാരനുമായ ജി ധനഞ്ജയൻ. സാധാരണ ഫിക്സഡ് സാലറി വാങ്ങുന്നതിനു പകരം അല്ലു അർജുൻ ഒരു സിനിമ പ്രോഫിറ്റായി നേടുന്ന ഓരോ രൂപയിൽ നിന്നും 30 പൈസ എടുക്കുന്നുവെന്നാണ് ധനഞ്ജയൻ പറയുന്നത്. അല്ലു അർജുൻ ആവശ്യപ്പെടുന്നത് സിനിമ നിർമ്മിക്കുന്ന ഓരോ രൂപയിൽ നിന്നും 30 പൈസ മാത്രമാണ്. സിനിമ 1000 കോടി രൂപ നേടിയാൽ 300 കോടി രൂപ അദ്ദേഹത്തിന് ലഭിക്കണം. 500 കോടി നേടിയാൽ 150 കോടി മാത്രമേ ലഭിക്കൂ. പക്ഷേ അദ്ദേഹത്തിന് അത് കുഴപ്പമില്ല. അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, ലാഭത്തെക്കുറിച്ചോ നിശ്ചിത ശമ്പളത്തെക്കുറിച്ചോ ഒരു സംസാരവുമില്ല. അദ്ദേഹം തന്റെ സിനിമകളുടെ നിർമ്മാതാക്കളുമായി പ്രതിഫലത്തെക്കുറിച്ച് പോലും ചർച്ച ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ ഇത് നിർമ്മാതാക്കളുടെ മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുകയും മൊത്തത്തിലുള്ള ബജറ്റ് കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു മികച്ച മോഡലാണ്. ഒരു സിനിമയുടെ ബജറ്റ് 75 കോടി രൂപയാണെങ്കിൽ ലാഭ പങ്കാളിത്ത മാതൃക അതിൽ 25 കോടി രൂപ കുറയ്ക്കാൻ സഹായിക്കും. അതിനാൽ ഒരു നിർമ്മാതാവ് എടുക്കേണ്ട വായ്പ കുറയ്ക്കുന്നു. ഇത് പലിശ നിരക്ക് കുറയ്ക്കുന്നു. ഇത് സിനിമയെ വേഗത്തിൽ ബ്രേക്ക് ഈവൻ പോയിന്റിലെത്താനും പിന്നീട് ലാഭം നേടാനും സഹായിക്കും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ രീതി പ്രകാരം പുഷ്പ 2 ദ റൂൾ എന്ന സിനിമയിലൂടെ അല്ലു അർജുൻ ഏകദേശം 522 കോടി നേടിക്കൊടുത്തതായി നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. ലോകമെമ്പാടും 350.10 കോടി രൂപ നേടിയ പുഷ്പ ദ റൈസിന് ഏകദേശം 105 കോടി രൂപ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാകണമെന്നും പറയുന്നു. പുഷ്പ 2 ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മൂന്നാമത്തെ ഇന്ത്യൻ ചിത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ അല വൈകുണ്ഠപുരമുലു, പുഷ്പ ദ റൈസ്, പുഷ്പ 2 ദ റൂൾ എന്നിവയിൽ നിന്ന് ആഗോളതലത്തിൽ ഏകദേശം 2365.55 കോടി രൂപ കളക്ഷൻ നേടിയിട്ടുണ്ടെന്നാണ് ഇൻഡസ്ട്രി ട്രാക്കർ സാക്നെൽ പറയുന്നത്.